നമ്മൾ അധികമൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ബിസിനസ് രീതിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ബിസിനസ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ ഒരു വളരെ ചെറിയ സംരംഭമായിട്ട് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. എങ്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് അവസരം അല്ലെങ്കിൽ ഐഡിയ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അതാണ് കോട്ടൺ വേസ്റ്റിന്റെ ബിസിനസ്. തീർച്ചയായിട്ടും കുറെ അധികം ആൾക്കാർക്ക് കോട്ടൺ വേസ്റ്റ് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അല്ലെങ്കിൽ മെഷീനറി ഫീൽഡിലുള്ള അല്ലെങ്കിൽ വാഹനങ്ങളുടെ സർവീസ് സെന്ററുകൾ അങ്ങനെയുള്ള ഫീൽഡിലുള്ള എല്ലാവർക്കും കോട്ടൺ വേസ്റ്റ് എന്ന് കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, കേരളത്തിൽ ധാരാളമായിട്ട് വിറ്റഴിയുന്ന ഒരു ഉൽപ്പന്നം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നമുക്കൊരു നിർമ്മാണ കുത്തക ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത്. കാരണം മൊത്തം വരുന്ന പുറത്തുനിന്നാണ്. തമിഴ്നാട്, കർണാടക ആ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കോട്ടൺ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. അവർ നമ്മളെ കൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട് ഇത് വിറ്റിട്ട്. അതും എന്താണ്, കുടിൽ വ്യവസായമാണ് അവിടെയൊക്കെ. ചെറിയ മുതൽ മുടക്കിൽ കുടുംബ സംരംഭമായിട്ട് അവിടെ നടത്തി വരുന്ന സംരംഭങ്ങളാണ് നമ്മളുടെ നാട്ടിലോട്ട് കോട്ടൺ വേസ്റ്റ് മുഴുവൻ കയറ്റി അയക്കുന്നത്. ചെറിയ ചെറിയ ഒന്നോ രണ്ടോ യന്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമുക്ക് തൊഴിലില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരു ഖേദകരമായ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ സംഭവം വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. ഒരു നാനോ കുടുംബ സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ലൈസൻസും കാര്യങ്ങളൊന്നും അതിന് വേണ്ട, അതറിയാമല്ലോ. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പോലും നമുക്ക് ചെറിയ ഒരു യൂണിറ്റ് വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ വീട്ടിന്റെ ചെറിയൊരു മുറി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേക നിർമ്മാണ മേഖലയിൽ വളരെയധികം ആവശ്യമുണ്ട്. ഓട്ടോമൊബൈൽ രംഗത്ത്, അതായത് വർക്ക്ഷോപ്പുകൾ, അങ്ങനെ വാഹനങ്ങളുടെ രംഗത്ത്, അതിന് ബൈക്ക് വർക്ക്ഷോപ്പ് ആണെങ്കിലും കാർ വർക്ക്ഷോപ്പ് ആണെങ്കിലും ബസ്സിന്റെ പണികളാണെങ്കിലും ട്രക്കിന്റെ പണികളാണെങ്കിലും അവിടെയെല്ലാം ഇത് ആവശ്യമുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ടയർ പഞ്ചറിങ് കടകള്, ഗ്രീസിംഗ് കടകള്, ഇവിടെ എല്ലാം ഇത് അത്യാവശ്യമായിട്ടാണ്. പിന്നെ എന്താ പെയിന്റിങ്ങും പോളിഷിങ്ങും ചെയ്യുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ്. കൂടാതെ എന്താ പറയുക, കെമിക്കൽ യൂണിറ്റുകൾക്ക് വളരെ അത്യാവശ്യമാണ്. കെമിക്കൽ ഉപയോഗിക്കുന്ന ഏത് കമ്പനിക്കും വളരെ അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, കോട്ടൺ വേസ്റ്റിന്റെ ഉപഭോഗം വളരെ കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഇന്ന് കേരളം. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും കോട്ടൺ വേസ്റ്റ് ഇവിടെ വേണ്ടി വന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയോ നമ്മളത് ചെയ്യുകയോ ചെയ്യാറില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പിന്നെ കൂടാതെ വേറെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് ഒരു ബ്രാൻഡ് നെയിമും വേണ്ടാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ആര് കൊണ്ട് കൊടുത്താലും വേസ്റ്റ് ആണ് കോട്ടൺ വേസ്റ്റ്. അത് ആരുടെയാണെങ്കിലും വിറ്റുപോകും. അപ്പം എന്താ പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇത് മെയിൻലി വിറ്റുപോകുന്ന സ്ഥലങ്ങളും കൂടെ പറയാം. അതായത് മെയിൻലി വിറ്റുപോകുന്ന ഈ പ്ലംബിങ്ങിന്റെ കടകൾ, പ്ലംബിങ്ങിന്റെ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഹാർഡ്വെയർ ഷോപ്പുകൾ, ഇലക്ട്രിക്കൽ കടകൾ, പെട്രോൾ പമ്പുകൾ, സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന കടകൾ, മറ്റ് വാഹനങ്ങളുടെ സർവീസ് സെന്ററുകൾ, പെയിന്റ് കടകൾ, ഏതാണ്ടൊക്കെ എല്ലാ സ്ഥലത്തും ഇത് വിറ്റുപോകുന്നുണ്ട്. മെയിൻലി ഇത്രയും സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇത് വിറ്റുപോകുന്നതാണ്. അസംസ്കൃത വസ്തുവായിട്ട് ഇതിന് വേണ്ടി വരുന്നത് പറഞ്ഞാൽ ബനിയൻ വേസ്റ്റുകളാണ്, ഓസ്ട്രേലിയൻ ബനിയൻ വേസ്റ്റുകളാണ് ഇതിന് വേണ്ടി. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ തിരുപ്പൂരാണ്. തിരുപ്പൂരുള്ള കേന്ദ്രങ്ങളിൽ അവിടെയാണ് ബനിയൻ നിർമ്മാണം ഏറ്റവും കൂടുതൽ നടക്കുന്നത്, അല്ലെങ്കിൽ സൂറത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത് തിരുപ്പൂരാണ്. അപ്പൊ തിരുപ്പൂരിൽ നിന്ന് ഇങ്ങനെയുള്ള ഇതിന്റെ കോട്ടൺ വേസ്റ്റ് എത്തിച്ചു തരാനുള്ള ഏജന്റുമാർ വരെ ഇന്ന് നിലവിൽ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നിർമ്മിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ ലളിതമായിട്ട് നിർമ്മിക്കുന്ന രീതിയാണ് കോട്ടൺ വേസ്റ്റ് ഉള്ളത്. ബനിയൻ നിർമ്മിച്ചതിന് ശേഷം മിച്ചം വരുന്ന ഈ കട്ടിംഗ് വേസ്റ്റുകളാണ് നമുക്ക് അവരിങ്ങോട്ട് തരുന്നത്. ആ തരുന്ന സാധനത്തിനെ നമ്മൾ അഴിച്ച് നൂലാക്കി ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ പരിപാടി. ഈ കട്ടിംഗ് വേസ്റ്റുകൾ നമ്മൾ ശേഖരിച്ചിട്ട് വൻതോതിൽ എത്തിച്ച് തരും. ഇതൊക്കെ അത് ശേഖരിച്ചിട്ട് നമ്മളൊരു മെഷീനിൽ ഇട്ടിട്ട് അതിനെ നൂലാക്കി മാറ്റുക. അതായത് നമ്മൾ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നൂലായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ തൂക്കി പാക്കറ്റിലാക്കി കടകളിൽ എത്തിക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അധികം സ്ട്രെയിൻ എടുക്കാതെ ഒന്നോ രണ്ടോ പേര് വെച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സ്വയം നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് രീതിയാണിത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ നിക്ഷേപങ്ങൾ വേണ്ടിവരും എന്ന് പറയാം. അപ്പം ഇതിനകത്ത് വേണ്ടി വരുന്നത്, ഒന്ന് കോട്ടൺ വേസ്റ്റ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഒരു മെഷീൻ കിട്ടും. ആ മെഷീൻ അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കോട്ടൺ വേസ്റ്റ് നിർമ്മാണം നടക്കുകയുള്ളൂ. അപ്പം അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പറയുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് മുമ്പോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് ഒരു സീലിംഗ് മെഷീൻ, അതായത് കവറിനകത്ത് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് സീൽ ചെയ്ത് ഹാൻഡ് സീലിംഗ് മെഷീൻ കിട്ടും. നമുക്ക് കൂടുന്ന ഒരു 1500-1750 മാക്സിമം മാത്രമേ വരത്തുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഇലക്ട്രോണിക് ഇത് വേണം, വെയിങ് മെഷീൻ വേണം, ത്രാസ് വേണം. അതിനും ഏകദേശം ഒരു 3000-4000 രൂപയുടെ റേഞ്ചിൽ നമുക്ക് കിട്ടും. അതായത് 10 കിലോ വരെ തൂക്കാൻ പറ്റുന്ന സാധനം മതി. നമ്മൾ കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും ഇത് കയറ്റിവിടുന്നത്. കാരണം 100 ഗ്രാം, 500 ഗ്രാം, 200 ഗ്രാം, 1 കിലോ, 1/2 കിലോ, അങ്ങനെ ആ രീതിയിലാണ് ഇത് കയറ്റിവിടുന്നത്. പാക്കറ്റുകളാക്കി വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും 30%, ഏകദേശം 30% സബ്സിഡി ലഭിക്കുമെന്ന് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ കട്ടിംഗ് വേസ്റ്റ് ആണ് വേണ്ടത്. കട്ടിംഗ് വേസ്റ്റ് അപ്പൊ നമ്മൾ പ്രതിദിനം ഒരു 100 കിലോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കണക്കുകൾ കൂട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കട്ടിംഗ് വേസ്റ്റ് വേണം. അപ്പോൾ ആ കട്ടിംഗ് വേസ്റ്റ് നമ്മൾ ഒരു ആവറേജ് ഒരു കിലോയ്ക്ക് ഒരു എമൗണ്ട് പിടിക്കുകയാണ് 35 രൂപ എന്നുള്ള എമൗണ്ട് പിടിക്കുകയാണ്. അപ്പൊ നമുക്കൊരു 100 കിലോ
പ്രോഡക്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാകണമെങ്കിൽ ഏകദേശം ഒരു 110 കിലോ 115 കിലോയുടെ റേഞ്ചിൽ നമ്മൾ കട്ടിംഗ് വേസ്റ്റ് ഉപയോഗിക്കണം. 110 കിലോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 35 രൂപ റേഞ്ചിൽ വരുമ്പോഴത്തേക്കും ഏകദേശം 3850 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ലേബർ വേണ്ടി വരും. ലേബർ ഒഴിവാക്കാൻ പറ്റും, നമ്മൾ ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കാൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ലേബർ വെച്ചുകൊണ്ട് തന്നെയാണെങ്കിൽ തന്നെ നമുക്കൊരു എന്താ പറയുന്നത് ഒരു 2 ലേബർ വേണം. ഒരു 500 രൂപ പെർ ഡേക്കുള്ള 2 ലേബറിനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. 1000 രൂപ അത് വരും. പിന്നെ പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള കവറുകളും കാര്യങ്ങളൊക്കെ വരും. അതൊരു 10-400 രൂപ 500 രൂപ നമുക്കത് പിടിക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് അൺഫോർസീൻ ആയിട്ടുള്ള കുറെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും. അതൊരു 10-200 രൂപ മാറ്റി വെക്കുക. പിന്നെ ഇത് കൊണ്ടു കൊടുക്കാനുള്ള വിതരണ ചെലവ് വരും. അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരും, നമ്മുടെ കൺവെൻസ്, പിന്നെ നമ്മുടെ ഫുഡ് എക്സ്പെൻസസ്, അങ്ങനെ ഉള്ള കുറെ എക്സ്പെൻസസ് വരും. അത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10,000 1200 അല്ലെങ്കിൽ 1300 റേഞ്ചിൽ അത് നമുക്ക് പിടിക്കാം. അങ്ങനെ ഏകദേശം ഒരു 7000 രൂപ 7000 രൂപയുടെ റേഞ്ചിലായിരിക്കും നമുക്ക് ഈ 100 കിലോ കോട്ടൺ വേസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ സെയിൽ ഫാക്ടർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ 100 കിലോ കോട്ടൺ വേസ്റ്റിന്റെ റീസൈക്കിൾ ചെയ്ത കോട്ടൺ വേസ്റ്റ് ആണ് ഉത്പാദിപ്പിക്കുന്നത്. നമ്മളത് 100 ഗ്രാമിന്റെ പാക്കറ്റ് ആക്കി വിൽക്കുകയാണെങ്കിൽ എങ്ങനെ വരും നമ്മൾ നോക്കാം. 100 ഗ്രാമിന്റെ മാത്രമല്ല, 1/2 കിലോയുടെ 1 കിലോയുടെ അങ്ങനെ പോകും. എങ്കിൽ പോലും നമ്മൾ ഏറ്റവും കുറഞ്ഞത്, കാരണം ചെറിയ കടകൾക്ക് 100 ഗ്രാം അങ്ങനെ വേണ്ടി വരും. അപ്പോൾ 100 ഗ്രാമിന്റെ പാക്കറ്റ് ആക്കി വിൽക്കുകയാണെങ്കിൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. 100 ഗ്രാമിന്റെ പാക്കറ്റ് നമ്മൾ MRP ഇട്ടിരിക്കുന്നത് 15 രൂപയാണ്. ഈ 15 രൂപയിൽ നമ്മൾ 40% കമ്മീഷൻ കടക്കാരന് കൊടുക്കേണ്ടി വരും. സാധാരണഗതിയിൽ 30 റേഞ്ചാണ് ഇപ്പം ഓടുന്നത്. പക്ഷെ നമ്മൾ 40% റേഞ്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമുക്ക് ആദ്യം കച്ചവടം പിടിച്ച് കയറാൻ പറ്റും. 40% അവന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ കമ്മീഷൻ വരുന്ന 6 രൂപയാണ്. അതായത് 15 - 6 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് 9 രൂപ നമുക്ക് ഒരു പാക്കറ്റിൽ കിട്ടും. ഇത് 1000 പാക്കറ്റ് ആണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. 1000 × 9 = 9000 രൂപ. ഓക്കെ, 9000 രൂപയാണ് പെർ ഡേ നമ്മുടെ കച്ചവടം വരുന്നത്. അതിൽ നിന്ന് നമുക്ക് 7000 രൂപ നമുക്ക് ചെലവുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 7000 രൂപ നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടും. ഈ 2000 രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മാസം വർക്ക് ചെയ്യുകയാണെങ്കിൽ, 25 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 50,000 രൂപ നമുക്ക് പെർ മന്ത് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ് ആണ് കോട്ടൺ വേസ്റ്റ് നിർമ്മാണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഇതൊരു നല്ല ബിസിനസ് തന്നെയാണ്. കേരളീയർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ബിസിനസ് ആണ്. നമുക്ക് ഇതിനകത്ത് ലൈസൻസ് വേണ്ടി വരും, ട്രേഡിംഗ് ലൈസൻസ് വേണ്ടി വരും. പക്ഷെ നാനോ യൂണിറ്റുകൾക്ക് ഇപ്പോൾ സർക്കാർ തന്നെ ട്രേഡിംഗ് ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട, പഞ്ചായത്ത് ലൈസൻസ് വേണ്ട എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സിംഗിൾ ഫേസ് ആണ്, നമ്മുടെ വീട്ടിലെ കറണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. 5 HP വരെയുള്ള മോട്ടറിന് സർക്കാർ അനുമതി എടുക്കേണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും പ്ലസ് പോയിന്റ് ആണ്. കൂടാതെ നമുക്ക് വേണ്ടത് നമ്മൾ GST നമ്പർ വേണ്ടി വരും. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ നമുക്ക് വേണ്ട. വളരെ നല്ല രീതിയിൽ നല്ല സൂപ്പർ ആയിട്ട് നടത്തിയുള്ള, പിന്നെ അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഓൾറെഡി ഞാൻ പെർ ഡേ 1000-1200 രൂപ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു 100 കിലോ ഈയുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ ഒരു സ്കൂട്ടി മാത്രം മതി. അപ്പം ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്, നമ്മൾ കാറിലാണ് പോകുന്നത്, അങ്ങനെയെങ്കിൽ എക്സ്ട്രാ എന്ന രീതിയിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്കൂട്ടിയിലാണ് നമ്മുടെ പരിപാടികൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ വീണ്ടും കൂടും. എങ്കിൽ പോലും കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.